ഒരു നിലക്കും അടുപ്പമുണ്ടാകരുത്. സലാം പറയാൻ പാടില്ല, അവരെ നോക്കാൻ പോലും പാടില്ല. അവരെ കയ്യും കാലും കൊട്ടിയാൽ മുഅ്മിനീങ്ങളെ അവൻ കൈ കൊടുത്തു കഴിഞ്ഞാൽ പോലും കൈ കഴുകണം. അത്ര നീചന്മാരാണ് വഹാബികള്. നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. അഹ്ലുസുന്ന വൽ ജമാഅത്ത് നടത്തി തന്ന ഞങ്ങളെ പൂർവികരാകുന്ന ആലിമീങ്ങളെ ഞാനും നിങ്ങളും മറക്കരുത് കേട്ടോ മുഅ്മിനേ. അന്നത്തെ കാലത്ത് നല്ലവണ്ണം ത്യാഗം സഹിച്ച് അതേ അവരെ കൊണ്ട് ഉള്ള കാലത്തോളം കണ്ണന പ്രസംഗങ്ങളും അതുപോലെ കവല പ്രസംഗങ്ങളും അതുപോലെ മുഖാമുഖങ്ങളും എല്ലാം നടത്തിയിട്ട് മുഅ്മിനീങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാനടക്കമുള്ള നിങ്ങൾ സമ്പത്തിന്റെ പേരിൽ അതേ എല്ലാം നിലക്കുള്ള ദുന്യവിയായ ഇസ്സത്ത് ആവശ്യം കൊണ്ട് തന്നെ വഹാബികളോട് സഹവസിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? തനിച്ച മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങൾ ചെയ്തു പോകരുത്. ആഖിബത്ത് മോശമാകുന്ന കാര്യമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ഉപ്പയും ഉമ്മയും നരകത്തിലാണ്. അവിടുത്തെ ഉപ്പയും ഉമ്മയും മുസ്ലിം അല്ല എന്ന് വാദിക്കുന്നവനെ ഓ മുഅ്മിനീങ്ങളെ എങ്ങനെയാണ് എനക്കും നിങ്ങൾക്കും അവർ അംഗീകരിക്കാൻ കഴിയുക? അന്റെയും നിങ്ങളെയും ബാപ്പ അത് എന്തുമാവട്ടെ അവനവന്റെ ബാപ്പ ഉപ്പ ഉമ്മ അല്ല എന്ന് പറയുമ്പോൾ എനക്കും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിൽ വേദന ഉണ്ടാകും? അതിനെയും കാട്ടി അപ്പുറമാണ് മുഅ്മിനീങ്ങളെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതെ അവിടുത്തെ ഓരോ ശിആറുകളും അവിടുത്തെ ഓരോ അഫറുകളും അവിടുത്തെ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു തരത്തിൽ അതേ തരം താഴ്ത്തുന്നവരുണ്ടല്ലോ. ഒരു നിലക്കും നിങ്ങൾ സ്വന്തം മക്കളാണെങ്കിലും ശരി, നിങ്ങൾ നേതാവായി കാണുന്ന ആലിമാവട്ടെ സയ്യിദാവട്ടെ തങ്ങളാവട്ടെ കുതുബാവട്ടെ സുൽത്താനാവട്ടെ സയ്യിദിനെ എതിർത്താൽ റസൂലുള്ളാഹിനെ എതിർത്താൽ മുഅ്മിനീങ്ങളെ പിന്നെ ആ വ്യക്തിനെ നിങ്ങൾ പിന്തുടരണ്ട കേട്ടോ. ആശയം അത് മറ്റൊന്ന് വേറെയാ. അവനവന്റെ ആഖിബത്ത് മോശമാകും. നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. സയ്യിദാക്കിയത് അള്ളയാണ്, അവനെ ആലിമാക്കിയത് റബ്ബാണ്, കുത്തുബാക്കിയതും റബ്ബാണ്, അതേ മൊയ്ലാറാക്കിയതും റബ്ബാണ്. ആ റബ്ബ് പറഞ്ഞ തന്നെയാണല്ലോ ഹബീബിനെ സ്നേഹിക്കണം എന്നുള്ളത്. ആ ഹബീബിനെ സ്നേഹിക്കാതെ ഇവൻ എന്ത് തങ്ങളായിട്ടും ഇവൻ എന്ത് മൊയ്ലാറായിട്ടും ഇവൻ എന്ത് കുത്തുബായിട്ടും മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നേതാവായി കാണേണ്ട. സയ്യിദിന്റെ ബഹുമാനം അതൊരു ബഹുമാനം തന്നെ, അതിൽ സംശയമില്ല. എണീച്ചെന്ന് കൈമുത്തി പിടിക്കലൊക്കെ അതൊന്ന് വേറെ. അതവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ പറയണം എന്താ നിങ്ങൾ ആശയം നമ്മൾക്ക് പിന്തുടരാൻ പറ്റൂല. കാരണം എന്തേ? നിങ്ങളെ റസൂലുള്ളാഹിനെ നിങ്ങളെ സ്വന്തം വെല്ലുപ്പാനെ ചീത്ത പറയുന്നവരാണ്. ആ ചീത്ത പറയുന്നത് നമ്മൾക്കത് യോജിക്കുന്ന കാര്യമല്ല. ആ ആശയത്തിൽ നിങ്ങൾ എന്ന് മാറുന്നുവോ അന്ന് ഞാൻ നിങ്ങളെ പിന്തുടരും. ഇല്ലെങ്കിൽ അതെ നിങ്ങൾക്ക് നിങ്ങളെ വഴി നമുക്ക് നമ്മുടെ വഴി എന്ന് പറയാൻ ഈമാൻ വേണം മുഅ്മിനേ. അതാണ് യഥാർത്ഥ ഈമാൻ. അല്ലാതെ ഒരു ഉസ്താദ് വരുമ്പോൾ എണീച്ചു നിൽക്കലും ഒരു ഉസ്താദ് വരുമ്പോൾ വെറും ഈ മുത്തിപ്പൊടിക്കൽ കൊണ്ട് ഈമാനാകൂല. അവനവന്റെ ഖൽബിൽ റസൂലുള്ളാഹിനെ ആരെങ്കിലും എതിർത്താൽ പിന്നെ അവരെ പിന്തുടരുത് കേട്ടോ. അത് ഏത് രൂപത്തിലാണെങ്കിലും അവരെ പിന്തുടരണ്ട. അവരെ തെറി പറയാൻ അതേ ആശയം പിന്തുടരാനും പോകേണ്ട. ഞാനും നിങ്ങളും മാറി നിന്ന് അവനവന്റെ ദിക്റുകളും സ്വലാത്തുകളും അധികരിപ്പിച്ച് ഖുർആൻ ശരീഫ് ഓതിക്കൊണ്ട് എന്തെല്ലാം എനക്കും നിങ്ങൾക്കും ദീന്റെ ഖിദ്മത്തിൽ ഇവിടെ പ്രകൽപ്പിച്ചതുണ്ടോ അതെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ജീവിതം അതേ അല്ലാ തഖ്വയോടെ ജീവിച്ച് അവനവന്റെ നാടും വീടും കുടുംബവും നന്നാക്കാന്നല്ലാതെ മുഅ്മിനീങ്ങളെ സയ്യിദന്മാരെയും ആലിമീങ്ങളെയും ഉസ്താദന്മാരെയും മാതാപിതാക്കളെയും തെറി പറഞ്ഞതുകൊണ്ട് ഞാനും നിങ്ങളും വിജയിക്കൂല. അതൊരു കാര്യമില്ല കേട്ടോ. നമ്മളെ പരീക്ഷിക്കും, അതിന് സംശയം വേണ്ടതില്ല. എന്നല്ല ഈ ബിദ്ഈ പ്രസ്ഥാനത്തോട്ട് ഞാനും നിങ്ങൾ വെറുപ്പ് കാണിക്കുകയും വേണം. എന്നാലേ നമ്മളുടെ ഈമാൻ വർദ്ധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ ആഖിബത്തിന്റെ അടുത്ത് വളരെ മോശമാകും കേട്ടോ. അല്ലാഹു സലാമത്താക്കി തരുമാറാവട്ടെ. അബീ ദുആ